കേരളത്തിന്റെ ഡൽഹി സമരത്തിന് തമിഴ്നാടിന്റെ പിന്തുണ. സംസ്ഥാനം നേരിടുന്ന അവഗണനയിലും കേന്ദ്ര സർക്കാർ ഫെഡറൽ നയങ്ങൾ തകർക്കുന്നതിലും പ്രതിഷേധിച്ചാണ് പിണറായി വിജയൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ സമരം ഡൽഹിയിൽ സംഘടിപ്പിക്കുന്നത്. ഈ സമരത്തിന് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, ഫെബ്രുവരി 8 നടക്കുന്ന സമരത്തിൽ DMK നേതാക്കളും പങ്കെടുക്കും. കറുപ്പ് വസ്ത്രമണിഞ്ഞായിരിക്കും ഇവർ പങ്കെടുക്കുക. സമരത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തിന് സ്റ്റാലിൻ മറുപടി മലയാളത്തിൽ തന്നെ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു. സംസ്ഥാന സർക്കാരുകളുടെ അധികാര പരിധിയിൽ കേന്ദ്ര സർക്കാർ ഇടപെടുന്നത് ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ കേരളം സമർപ്പിച്ച ഹർജിക്ക് തമിഴ്നാട് സർക്കാരിന്റെ പരിപൂർണ പിന്തുണയുണ്ടാകുമെന്നും സ്റ്റാലിൻ എക്സിലൂടെ അറിയിച്ചു. തമിഴ്നാടും പിണറായി വിജയനും മമതാ ബാനർജിയും അടക്കമുള്ളവർ സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാവകാശങ്ങൾക്കായി ഒരുമിച്ച് നിൽക്കുകയാണ്. ധനകാര്യം, ഭരണം മുതലായവയിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ നമ്മൾ ഉറപ്പായും ഉയർത്തിപ്പിടിക്കും. സംസ്ഥാന സ്വയംഭരണം എന്ന മുദ്രാവാക്യത്തിലെ തീജ്വാലകൾ BJPയുടെ ഫാസിസ്റ്റ് ഗവൺമെന്റിന് ഒരിക്കലും അണയ്ക്കാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളത്തിലും തമിഴ്നാടിനും പുറമെ കർണാടകയും തെലങ്കാനയും ഡൽഹിയിൽ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 7 ബുധനാഴ്ചയാണ് കർണാടക സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള സമരം. ഫെബ്രുവരി 8 ജന്തർ മന്ദറിൽ വെച്ച് നടക്കുന്ന കേരളത്തിന്റെ സമരത്തിൽ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളും പങ്കെടുക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. കേരളത്തിലെ UDF നേതാക്കൾ സമരത്തിൽ പങ്കെടുക്കുവാൻ വിമുഖത അറിയിക്കുമ്പോഴാണ് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ സമരത്തിൽ പങ്കെടുക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ധനകാര്യ നയങ്ങളും നികുതി സമ്പ്രദായത്തിലെ ഭേദഗതികളും സംസ്ഥാനത്തിന്റെ വിഭവങ്ങളെ ചോർത്തുകയാണ്. നികുതി വിഹിതവും വായ്പാ അനുമതിയും കാര്യമായി വെട്ടിക്കുറയ്ക്കുന്നു. ഇതൊക്കെയാണ് സുപ്രീം കോടതിയിൽ കേരളം നൽകിയ ഹർജിയിലെ വാദഗതികൾ. ഇതിനെതിരെയാണ് ഡൽഹിയിൽ കേരളത്തിന്റെ സമരവും. നികുതി വിഹിതത്തിന്റെ 17.939% ഉത്തർപ്രദേശിനും 10.058% ബീഹാറിനും 7.85% മധ്യപ്രദേശിനും 6.317% മഹാരാഷ്ട്രയ്ക്കും 3.478% ഗുജറാത്തിനും ലഭിക്കുമ്പോൾ കേരളത്തിന് കിട്ടുന്നത് വെറും 1.925% മാത്രമാണ്. ഇത് ചൂണ്ടിക്കാട്ടുമ്പോൾ കേരളത്തിന് റവന്യൂ ഗ്രാന്റ് കമ്മി അനുവദിച്ചിട്ടുണ്ടെന്നും ഉയർന്ന വിഹിതമുള്ള സംസ്ഥാനങ്ങൾക്ക് ഗ്രാന്റ് കമ്മി ഇല്ലെന്നുമാണ് കേന്ദ്രത്തിന്റെ മറുപടി. 37,814 കോടി രൂപയാണ് കേരളത്തിന് അനുവദിച്ച ആകെ റവന്യൂ കമ്മി ഗ്രാന്റ്. കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ദുരന്ത നിവാരണം, തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നടത്തുന്ന ആരോഗ്യ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി പ്രത്യേക മേഖലാ ഗ്രാന്റായി 14,899 കോടി രൂപയും അനുവദിച്ചു. ഇതിൽ ഈ വർഷത്തെ വിഹിതവും നിഷേധിക്കപ്പെടുന്നു. 17.939% നികുതി വിഹിതമുള്ള ഉത്തർപ്രദേശിന് അനുവദിച്ച പ്രത്യേക മേഖലാ ഗ്രാന്റ് 83,995 കോടി രൂപയാണ്. മഹാരാഷ്ട്രയ്ക്ക് 61,904 കോടി രൂപയും 10% മുകളിൽ വിഹിതമുള്ള ബീഹാറിനും 46,624 കോടി രൂപയുണ്ട്. മധ്യപ്രദേശിനും 40,766 കോടി ലഭിച്ചു. വലിയ വരുമാനമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായ ഗുജറാത്തിന് 3.5% നികുതി വിഹിതവും 30,549 കോടിയുടെ പ്രത്യേക മേഖലാ ഗ്രാന്റുകളും കിട്ടിയെന്നും കേരളത്തിന്റെ പ്രസ്താവന ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര സർക്കാർ അവഗണനയിലുള്ള പ്രതിഷേധത്തിൽ പങ്കെടുക്കുവാൻ എല്ലാ മതേതര പാർട്ടികളുടെയും നേതാക്കളെ ക്ഷണിച്ചിട്ടുണ്ടെന്നും എല്ലാവരിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്നും CPI നേതാവ് ബിനോയ് വിശ്വം പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം മന്ത്രിമാരും MP-മാരും MLA-മാരും പങ്കെടുക്കുന്ന സമരത്തിൽ DMK, NCP, RJD കക്ഷികളുടെ പ്രതിനിധികളും ഉണ്ടാകും.